നമസ്കാരം. പൊതുജനം കരുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ പ്രതികരണ വേദിയായി കൂടിയാണ് ഈ പരിപാടിയെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, വാർത്തകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയിക്കാനുള്ള സൗകര്യമാണത്. അതിനുള്ള നമ്പർ ഇതാണ്: 0484283050. പ്രേക്ഷകരുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാൻ വേണ്ടി ഒരു വാട്സാപ്പ് നമ്പർ കൂടി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. 62 35 96 89 37. വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങളുടെ പോരായ്മയെക്കുറിച്ചുള്ള 24 ക്യാമ്പയിൻ അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതിലിപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന്. വിഷയത്തിൽ സ്വമേധ്യാ കേസെടുത്ത കമ്മീഷൻ പരാതികൾ പരിശോധിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടു. 24 ഇംപാക്ട്. മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും അതിനാവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുമൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ 24 ചൂണ്ടിക്കാട്ടിയിരുന്നു. MRI സ്കാനിംഗ് ഇല്ലാത്ത സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് മാനന്തവാടിയിലേത്. CT സ്കാൻ മെഷീനും പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല. ഭാഗികമായി മാത്രമാണ് എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നത്. ഒരു മാസമായി പീഡിയാട്രിക് ICU പ്രവർത്തിക്കാത്തതിനാൽ മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥയാണ് കമ്മീഷന്റെ ഇടപെടലിന് കാരണം. പരാതികളെല്ലാം പരിശോധിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രിൻസിപ്പലിനോട് കമ്മീഷൻ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടത്. 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. മിഥില, മെഡിക്കൽ കോളേജ് എന്നുള്ള പേരുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള പരാതി വയനാട്ടിൽ വ്യാപകമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നമ്മളെ ഒക്കെ വിളിച്ച ആളുകൾ അത്തരത്തിലുള്ള പരാതികൾ അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളതൊരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചത്. ഒരു ക്യാമ്പയിനായി തന്നെ അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ഇപ്പോഴതിലൊരു ഇടപെടൽ ഉണ്ടാവുന്നു. കൂടുതൽ നടപടികൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കണോ മിഥില ബാലൻ? ശ്രീജിത്തെ, തീർച്ചയായും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലാണ് ഈ ഒരു വിഷയത്തിലുണ്ടായിട്ടുള്ളത്. ഈ വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിലവിലെ അപര്യാപ്തതകൾ പരിഹരിക്കണം എന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രിൻസിപ്പലിനോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ നമ്മൾ പീഡിയാട്രിക് ICUവിൽ ശീതീകരണ സംവിധാനം പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിലായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത്. എന്നാൽ അവിടുത്തെ മുഴുവൻ പരാതികളും പരിഹരിച്ച് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക എന്ന കാര്യം ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണം എന്നാണ് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായി 24 ഈ ഒരു വാർത്ത ക്യാമ്പയിനായി നൽകുന്നു. ഓരോ വിഷയങ്ങൾ, അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കാത്തത്, അവിടുത്തെ ഓരോ വിഷയങ്ങൾ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ അനുഭവിക്കുന്നത്, അവിടുത്തെ ചികിത്സ വൈകിയത് ഉൾപ്പെടെയുള്ള ഓരോ വിഷയങ്ങളും എടുത്ത് നമ്മൾ ക്യാമ്പയിനായി നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക എന്ന കാര്യത്തിലാണ് ഒരാഴ്ചക്കകം റിപ്പോർട്ട് ഇപ്പോൾ പ്രിൻസിപ്പലിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത മാസം സുൽത്താൻ ബത്തേരിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് ഉണ്ട്. ആ സിറ്റിംഗിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. 24 ക്യാമ്പയിന് പിന്നാലെ ഒരു ഇടപെടൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. കൂടുതൽ സൗകര്യങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ ലഭ്യമാകട്ടെ. അതിനുവേണ്ട ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. കേരള ബാങ്ക് നാളെ 5ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കളക്ഷൻ ഏജന്റുമാർ അനിശ്ചിതകാല സമരത്തിലാണ്. ജോലി സ്ഥിരപ്പെടുത്താമെന്ന വാഗ്ദാനം അട്ടിമറിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് സമരം. ഇവരെ ഫീൽഡ് അസിസ്റ്റന്റുമാരായി സ്ഥിര നിയമനം നടത്തണമെന്ന ശുപാർശ 20 മാസമായി ഫയലിൽ ഉറങ്ങുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമെന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്ന കേരള ബാങ്ക് അതിൻ്റെ 5ാം വാർഷികത്തിലേക്ക് കിടക്കുമ്പോൾ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാർ സമരത്തിലാണ്. ജോലി സ്ഥിരത ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാനത്താകെ 750ഓളം കളക്ഷൻ ഏജന്റുമാരാണ് കേരള ബാങ്കിനുള്ളത്. ഇവരിൽ ഏറിയ പങ്കും 50 വയസ്സ് പിന്നിട്ടവരാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിൽ ലയിച്ചപ്പോൾ മറ്റു ജീവനക്കാരുടെ പ്രമോഷനും ആനുകൂല്യങ്ങളും ഏകീകരിച്ചു. എന്നാൽ കളക്ഷൻ ഏജന്റുമാരുടെ കാര്യത്തിൽ ഏകീകരണം വരുത്തിയില്ല. പിന്നീട് തസ്തിക പുനർനാമകരണം ചെയ്ത ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ
ശമ്പള സ്കെയിലോടെ നിയമിക്കുമെന്ന് ബാങ്ക് ജീവനക്കാർക്ക് ഉറപ്പ് നൽകി. ഇത് സംബന്ധിച്ച ശുപാർശ ബാങ്ക് ഭരണസമിതി സഹകരണ രജിസ്ട്രാർക്ക് നൽകുകയും ചെയ്തു. സഹകരണ രജിസ്ട്രാർ ഇതിന് അംഗീകാരം നൽകി 20 മാസം പിന്നിടുമ്പോഴും അതിന്മേൽ ഒരു തുടർ നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കളക്ഷൻ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. 12/4/2023 1977 നമ്പർ തീരുമാനമായി ബാങ്ക് എടുത്തു കളക്ഷൻ ജീവനക്കാരെ ഫീൽഡ് അസിസ്റ്റന്റുമാരായി നിയമിക്കുന്നതിന് വേണ്ടി. നാളിതുവരെ ആ തീരുമാനം നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ 20 മാസമായി. ഇത് സൂപ്പർ ന്യൂമററി തസ്തികയാണ്. ഞങ്ങളുടെ ഡിമാൻഡ് അത് അംഗീകരിക്കണം. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇവർ. ഞങ്ങളെല്ലാം വളരെ പട്ടിണിയിലാണ്. സംസ്ഥാനത്തുടനീളം 750 കുടുംബങ്ങളാണ്. ഞങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ കുട്ടികളുണ്ട്. സംസ്ഥാന വ്യാപകമായിട്ട് ബ്രാഞ്ചുകൾ തോറും ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസുകൾ തോറും തുടർച്ചയായിട്ടും ഇതിനൊരു തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ ഇനി എല്ലാവരും ഓരോ കളക്ഷൻ ജീവനക്കാരും ബാങ്കിൻ്റെ പടിക്കൽ കിടന്ന് സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങളുടെ തീരുമാനം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ബാങ്ക് ആസ്ഥാനത്ത് പട്ടിണി സമരം നടത്തുമ്പോഴും കണ്ടില്ലെന്ന നിലപാടാണ് ബാങ്ക് ഭരണസമിതിക്കും സർക്കാരിനും. കേരള ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരിൽ ഏറിയ പങ്കും 50 വയസ്സ് പിന്നിട്ടവരാണ്. ഇവർക്ക് ഇനി മറ്റൊരു തൊഴിലെന്നത് നീണ്ടൊരു സ്വപ്നവുമാണ്. പറഞ്ഞ വാഗ്ദാനം പാലിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ്. സർക്കാരിൽ നിന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ രാജ് കിരണിനൊപ്പം എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഫീൽഡ് അസിസ്റ്റന്റുമാരായി ഇവർക്ക് സ്ഥിര നിയമനം നടത്തണം എന്നാണ് ശുപാർശ. സഹകരണ രജിസ്ട്രാർ അംഗീകാരം നൽകിയെങ്കിലും 20 മാസമായി ആ ഫയലിൽ അടയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് പരാതി. എന്താണ് അതിന് പിന്നിൽ എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്നുള്ള ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജോലി സ്ഥിരപ്പെടുത്തിയില്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് അവരുടെ തീരുമാനം. കാണാം ചില പ്രതികരണങ്ങൾ. ജില്ലാ സഹകരണ ബാങ്കുകളെ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ കേരള ബാങ്ക് എന്ന് പറഞ്ഞ സംവിധാനം വന്നത്. അതിപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് ആദ്യമായി ലയനം നടന്നത്. അപ്പോൾ നിലവിൽ കേരള ബാങ്ക് എന്നുള്ള സംവിധാനത്തിൽ നിൽക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ തസ്തിക മാറ്റാതെ നമുക്ക് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു തസ്തിക തന്നിട്ടുണ്ട്. അതിനെ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത്. സാർ, ഞങ്ങൾക്ക് ഉപജീവനം ഉച്ചവരെ ഞങ്ങൾ 2:30 3 മണി വരെ ഇവിടെ പണിയുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഞങ്ങളെ ബേസിക് സ്ഥിരപ്പെടുത്തി ഞങ്ങൾക്ക് ശമ്പളം തരണം സാർ. അതാണ് ഇത്ര വർഷമായി, ഒത്തിരി വർഷം, 40 വർഷം പണിക്കാരാണ് ഞങ്ങൾ. കേരള ബാങ്ക് രൂപീകൃതമാകുന്ന സമയത്ത് ഞങ്ങളോട് മാനേജ്മെൻറ്റും സർക്കാരും ഒരു ഉറപ്പ് തന്നിരുന്നു. ഈ കളക്ഷൻ ഏജൻറ്റുമാർ സംസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിലുമുള്ളവർ ഇന്ന് അവരുടെ കുടുംബങ്ങൾ വളരെയധികം ദയനീയാവസ്ഥയിലും പട്ടിണിയുമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിങ്ങനെ നിരന്തരമായ ഈ സമരങ്ങളുമായിട്ട് ഈ ബാങ്കിൻ്റെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിത രീതി ആകെ താറുമാറായിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ എടുത്ത് കിട്ടുന്ന ഒരു വരുമാനമായിരുന്നു. ജില്ലാ ബാങ്കിൽ നിന്ന് കേരള ബാങ്കിൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ വരുമാനം നിലച്ചു പോവുകയും ചെയ്തു. ഒന്നെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പെൻഷൻ പറ്റി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഇവിടെ നിരാകാരം കിടന്നയാൾ 69 വയസ്സുള്ള ഒരാളാണ്. അയാൾ ഇനി അടുത്ത കൊല്ലം കൂടിയേ ഉള്ളൂ. ജീവിതത്തിൽ ഒന്നും ആകാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിധികർത്താക്കൾക്കെതിരെ പ്രതിഷേധവുമായി മത്സരാർത്ഥികളും രക്ഷിതാക്കളും. കോഴ വാങ്ങി വിജയികളെ പ്രഖ്യാപിക്കുന്നു എന്നാണ് ആരോപണം. വിധികർത്താക്കളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വാട്സാപ്പ് ചാറ്റും ശബ്ദ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. 6 മണിക്കാ കൊച്ചി വന്ന് മേക്കപ്പ് വിളിച്ചോണ്ടിരാ. ഇവരൊക്കെ പറയാം, ഇവരെന്താ പറയുന്നത്, മത്സരം നിർത്തി വെച്ചു. എന്താ ആലോചിക്കണേ ഈ മേക്കപ്പ് ഇട്ട് നിൽക്കണ കൊച്ചി? നൃത്ത ഇനങ്ങളിലെ വിധികർത്താക്കൾ കോഴ വാങ്ങി വിജയികളെ പ്രഖ്യാപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ കണ്ട പ്രതിഷേധം. അർഹതയുള്ളവരെ തഴയാൻ മനഃപൂർവ്വം കാരണങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പ്രധാന ആരോപണം. ഇത് തെളിയിക്കുന്നതെന്ന തരത്തിലെ ചില വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും രക്ഷിതാക്കൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ നല്ലതായതുകൊണ്ടല്ലേ. ഇപ്പൊ രാവിലെ ഭരതനാട്യം സ്റ്റേജിന്റെ പോരായ്മ കൊണ്ട് കൊച്ചു കൈകുട്ടി, എന്നിട്ട് പോലും അവിടെ ഞങ്ങൾ നമ്മുടെ കൊച്ചിനെ ഫസ്റ്റ് ഇട്ട് ജഡ്ജസ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാ കൊച്ചിനെ തട്ടിക്കളയാൻ പറ്റുന്ന അവർ ചോദിക്കുന്നത്. അത്രയും മനോഹരമായിട്ട് ആ പിള്ളേര് 4 പിള്ളേർ സ്റ്റേജിൽ തന്നിട്ടുണ്ട്. സ്റ്റേജിന്റെ കുഴപ്പം കൊണ്ട് ഞങ്ങൾ എങ്ങനെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേർ തന്നെ ഇവിടുന്ന് എല്ലാം കയറിപ്പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലി ഇങ്ങനെ ആക്കാം. കഞ്ഞിക്കുഴിയിൽ നടക്കുന്ന കലോത്സവത്തിലാണ് നൃത്ത ഇനങ്ങളിലെ വിധികർത്താക്കൾക്കെതിരെ പരാതി ഉയർന്നത്. ഇന്നലെ നടന്ന ഭരതനാട്യം, കുച്ചിപ്പുടി മത്സരങ്ങളിൽ അർഹതയുള്ളവരെ തഴഞ്ഞെന്നാണ് ആരോപണം. തിരുവാതിര, നാടോടി നൃത്തം, സംഘനൃത്തം മത്സരങ്ങളിൽ മുൻ ധാരണപ്രകാരം വിജയികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കമുണ്ടായെന്നും ആരോപണമുണ്ട്. ഇടുക്കിയിലെ ഒരു നൃത്താധ്യാപകൻ വിധികർത്താക്കളെ സ്വാധീനിച്ചെന്നാണ് പ്രധാന പരാതി. കളിക്കുന്നതിന് മുമ്പ് ആ സ്റ്റേജിൽ ഞാൻ അറിഞ്ഞായിരുന്നു ആർക്കാ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10:45 ഞാൻ ഒരാൾക്ക് അത് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. ഇന്ന ആൾക്കാണ് പ്രൈസ് കൊടുക്കുന്നത് തെളിവിന് വേണ്ടിയിട്ട്.
അപ്പോൾ അന്നേരം മത്സരം തുടങ്ങിയിട്ടില്ല. തുടങ്ങി റിസൾട്ട് വന്നു, കറക്റ്റ് കൊടുത്തത് ആ കുട്ടിക്ക് തന്നെയാണ്. അത് എല്ലാ മത്സരങ്ങളിലും തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് കൊടുക്കുള്ളൂ എന്നുള്ളത്. ഇന്നലെ ഉച്ച കഴിഞ്ഞല്ല ആ ഡാൻസിന്റെ എല്ലാ പരിപാടികൾക്കും കൊടുക്കുന്ന ഈ ഒരൊറ്റ മാഷിന് മാത്രമേ കൊടുക്കാറുള്ളൂ. സമാനമായ രീതിയിൽ മുൻ വർഷങ്ങളിലും പരാതി ഉയർന്നിട്ടും യാതൊരു നടപടിയും എടുത്തില്ല എന്നാണ് ആക്ഷേപം. വർഷങ്ങളായിട്ടുള്ള പ്രതിഷേധമാണ്. ഇന്ന് നമുക്ക് അതുപോലെ തെളിവുകൾ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ജഡ്ജസ് വന്നിരിക്കുന്ന ആ സമയത്ത് തന്നെ എല്ലാവരും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ആദ്യമേ മത്സരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയായിരുന്നു സംഘാടകർ തീരുമാനം. പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ കേൾക്കാൻ തയ്യാറായതുപോലും. കലോത്സവത്തിലെ കല്ലുകടിയിൽ മത്സരാർത്ഥികൾക്ക് വിഷമവും കടുത്ത അതൃപ്തിയുമുണ്ട്. ഈ കഴിഞ്ഞ കട്ടപ്പന സബ് ജില്ല മുതൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ഇത്രയും വേദന. മാനസികമായിട്ടും ശാരീരികമായിട്ടും എത്ര സ്ട്രെസ് എടുത്തിട്ട് നമ്മൾ ഇത്ര ഇവിടെ എത്തിച്ചേരുന്നറിയാം. നമ്മളെ ഒരു കോമാളി വേഷം കെട്ടിക്കുക, ശരിക്കും അടുത്തുപോകും. യോഗ്യതയുള്ളവരെയാണ് വിധികർത്താക്കളായി നിയോഗിച്ചതെന്നും പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും വ്യക്തമാക്കി. അവരിങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്കതിനകത്ത് തെളിവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ കൃത്യമായിട്ടുള്ള ആളുകളെയാണ് വിളിച്ചത്. അതൊക്കെ ഒരുപാട് ഒരു പബ്ലിഷ് ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അന്വേഷണം നമ്മൾ വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട്. നൃത്ത ഇനങ്ങളിലെ മത്സരങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും സാമ്പത്തികമായി ഉൾപ്പെടെ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അടിയന്തരമായി കലോത്സവം നല്ല രീതിയിൽ പൂർത്തിയാക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. മുഹമ്മദ് യഹിയയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. വലിയ പ്രതിഷേധമാണ് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കണ്ടത്. വിധികർത്താക്കൾ കോഴ വാങ്ങി വിജയികളെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. തിരുവാതിര, നാടോടി നൃത്തം, സംഘനൃത്തം മത്സരങ്ങളിൽ മുൻധാരണ പ്രകാരം വിജയികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കമുണ്ടായി എന്നുള്ള പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട്. കാണാം ചില പ്രതികരണങ്ങൾ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല, വർഷങ്ങളായി നടന്നു വരുന്ന കാര്യം. നിരന്തരം നമ്മൾ ഇതിന്റെ പരാതി കൊടുക്കുന്നു, DDA കാണുന്നു, DOA കാണുന്നു, എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും വേണ്ട ഒരു നടപടിക്രമങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. ഒരു കാര്യങ്ങളും വ്യക്തമായ ഒരു ധാരണയും ഇതിന്റെ ഒരു കാര്യത്തിൽ ഒരു മേഖലയിലും ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഞങ്ങൾ തിരുവാതിര ഇനത്തിലാണ് മത്സരിക്കുന്നത്. തിരുവാതിര ഇനത്തിലാണെങ്കിലും ഞങ്ങൾ കട്ടപ്പന സബ് ജില്ലയിൽ അപ്പീൽ വെച്ചാ വന്നേ. അപ്പീലിലാണെങ്കിലും അപ്പീൽ കിട്ടാത്ത തരത്തില് നല്ല മാർക്ക് ഡിഫറൻസിലായിരുന്നു വെച്ചത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പൈസ മുടക്കി അവിടെ വരുന്നത്, നല്ല രീതിയിൽ കാശ് മുടക്കുന്നുണ്ട്. എല്ലാവരും സാമ്പത്തികമായിട്ട് വളരെ മോശമുള്ള വീട്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ഓരോ തവണ അങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും പൈസ, ഡ്രസ്സിന്റെ വാടക, ഇത് ഓർണമെന്റ്സ് എല്ലാം കൂടെ തന്നെ നല്ല പൈസ തന്നെ ആവുന്നുണ്ട്. ഇവരിതിങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആളുകളെ ആക്രമിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധയെന്ന് സംശയം. നിരീക്ഷണത്തിന് DMO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് തെരുവ് നായകളെ കടിച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ നായകളെ നിരീക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ഇങ്ങനെ പേവിഷബാധയുണ്ടോ എന്നൊരു സംശയം രൂപപ്പെട്ടതോടുകൂടി സ്വാഭാവികമായും ആളുകളും ആശങ്കയിലാകും. കാരണം ഒരുപാട് പേർ വന്നു പോകുന്നൊരിടമാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ. ഏത് തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്? 15 പേർക്കൊക്കെ കൂട്ടമായി കടിയേൽക്കുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് തരത്തിലുള്ള നടപടികളാണ് ആലോചിക്കുന്നത് സജു? രജിത, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇന്നലെ 15ഓളം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഈ തെരുവുനായയ്ക്ക് പേവിഷബാധയുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. നേരത്തെ കണ്ണൂരിലെ വെറ്റിനറി സർജന്റെ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ നായയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചിരുന്നു. ആ നായയെ പിന്നീട് തല്ലിക്കൊന്ന നിലയിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചത്. അതേസമയം സ്രവ സാമ്പിളിന്റെ അന്തിമ പരിശോധനാ ഫലം കൂടി ലഭ്യമായാൽ മാത്രമേ നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാവൂ. പ്രാഥമികമായി പേവിഷബാധ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ കടിയേറ്റ 15 പേരെയും നിരീക്ഷണത്തിൽ വെക്കാനും ഒപ്പം ഈ പരിസര പ്രദേശങ്ങൾ, റെയിൽവേ സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളിലുള്ള മറ്റ് സ്ട്രേ ഡോഗ്സിന്റെ കാര്യത്തിലും, അതായത് മറ്റ് തെരുവുനായകളുടെ കാര്യത്തിൽ കൂടി നിരീക്ഷണം വേണം. അതായത് അവ കൂടി മറ്റ് ആളുകളെ ആക്രമിക്കുന്ന നില വന്നാൽ അതും സമാനമായ രീതിയിൽ പേവിഷബാധ ഉണ്ടാകാം എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു പരിശോധനയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിലവിൽ കടിയേറ്റ 15ഓളം പേരെയും ഇങ്ങനെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കുന്നതിന്റെ ഭാഗമായി നിരീക്ഷണത്തിൽ അയക്കാൻ ജില്ലാ ആരോഗ്യ വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ 15 ആളുകളെയും നിരീക്ഷണത്തിൽ അയക്കും. അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായി നിരീക്ഷണത്തിലേക്ക് അയക്കും. മുൻകരുതൽ സ്വീകരിക്കുക എന്നതാണ്. ഒപ്പം ഈ അന്തിമ സർവ്വസാമ്പിളിന്റെ പരിശോധന ഫലം കൂടി ലഭ്യമായാൽ ഇത് പേവിഷബാധയുണ്ടോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയും. നിലവിലെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി പേവിഷബാധ എന്ന് തന്നെയാണ് നിഗമനം.
ഒപ്പം ഇതേ തെരുവ് നായ മറ്റു നായ്ക്കളെ കടിച്ചിട്ടുണ്ടെങ്കിൽ ആ തെരുവ് നായ്ക്കൾക്കും പേ വിഷബാധ പകരും. അത്തരം പശ്ചാത്തലത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മറ്റു തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ കൂടി ഒരു നിരീക്ഷണവും പരിശോധനയും ഉണ്ടാകണം. അത്തരമൊരു നിർദ്ദേശം നിലവിൽ അവിടെയുള്ള റെയിൽവേ പോലീസിനും ഒപ്പം കോർപ്പറേഷനും അടക്കം ഇക്കാര്യത്തിൽ ചുമതലയുള്ള ആളുകൾക്ക് കൂടി കൈമാറിയിട്ടുണ്ട്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. തിരുവനന്തപുരം പോത്തൻകോട് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ടെമ്പോ വാൻ മറിഞ്ഞ അപകടം എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. 8 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. പോത്തൻകോട് ലക്ഷ്മി വിലാസം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആദ്യം ഒരു പ്രതികരണം കാണാം. പോത്തൻകോട് ലക്ഷ്മി വിലാസം സ്കൂളിലെ കുഞ്ഞുങ്ങൾ സഞ്ചരിച്ചെന്ന ഒരു ടെമ്പോ സ്കൂളിനടുത്ത് പതിപ്പള്ളിക്കുളം ചെറിയക്ക് മേളിലായി റോഡിൽ മറിയുന്ന ഒരവസ്ഥയുണ്ടായി. 12ഓളം കുട്ടികളാണ് ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നത്. കണിയാപുരം കരിച്ചാറ ഭാഗത്തേക്കുള്ള കുഞ്ഞുങ്ങളാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ആർക്കും തന്നെ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കാത്തു. പക്ഷേ 2 കുട്ടികളെ തലയ്ക്ക് ചെറിയ പരിക്കുകൾ കാരണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഉള്ള കുട്ടികളെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്താണ് ഈ അപകടത്തിന്റെ കാരണമായി മനസ്സിലാക്കുന്നത്? കുട്ടികളുടെ ആരോഗ്യനില അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നു. ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് സലീം? റിജിത്ത്, ഈ കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു വാർത്ത. ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വരും വഴിയായിരുന്നു ഈ അപകടമുണ്ടായത്. 4:15 പോത്തൻകോട് പതിപ്പള്ളിക്കോണം ചിറയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഈ കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് വാഹനം ഒരു മതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. പോത്തൻകോട് ലക്ഷ്മി വിലാസം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരിക്കേറ്റത്. അതിൽ 6 കുട്ടികൾക്ക് ചെറിയ പരിക്കുകളുണ്ട്. വീഴ്ചയിൽ തലയ്ക്കടിയേറ്റ 2 കുട്ടികളെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവരുടെയും ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. ഈ ബസ്സിൽ ആ സമയത്തുണ്ടായിരുന്നത് 19 കുട്ടികളാണ്. ഇവരെല്ലാവരും കണിയാപുരം സ്വദേശികളാണ്. കണിയാപുരം ഭാഗത്തേക്ക് സ്കൂളിന്റെ ബസ് ഇല്ലാത്തതിനാൽ സ്വകാര്യ വാഹനങ്ങളെയാണ് അവിടെ നിന്നുള്ള രക്ഷകർത്താക്കൾ ആശ്രയിച്ചിരുന്നത്. അതിനുശേഷം സ്കൂളിൽ നിന്നും പുറപ്പെട്ട ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് വെച്ച് ഈ അപകടം ഉണ്ടാവുകയായിരുന്നു. വാഹനം നിർത്തിയത് കണ്ട് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. പിന്നീട് ഈ കുട്ടികളെല്ലാം ബസിന്റെ മുൻവശത്തെ ജനൽ വഴിയാണ് പുറത്തെടുത്തത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുട്ടികളുടെ പരിക്ക് ആശങ്കയുള്ളതല്ല. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. തുറക്കാം കേസ് ഡയറി. കോഴിക്കോട് കൊടുവള്ളിയിൽ കാറിടിച്ചു വീഴ്ത്തി 2 കിലോയോളം സ്വർണം കവർന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം കവർന്നതെന്ന് അക്രമത്തിനിരയായ സ്വർണ്ണ വ്യാപാരി ബൈജു പറയുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കൊടുവള്ളിയിലെ കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബൈജു അക്രമത്തിന് ഇരയായത്. സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാറിലെത്തിയ 4-അംഗ സംഘം ഇടിച്ചു വീഴ്ത്തി സ്വർണം കവരുകയായിരുന്നു. $1.25 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് മോഷണം പോയത്. ബൈജു ക്രൂരമർദ്ദനത്തിനും ഇരയായി. ഇന്നലെ വെച്ചാൽ ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ചാണ് കയ്യിലുള്ള ബാഗ് എടുത്ത് കൊണ്ടുപോയി ആ മുറി വെച്ച്. പേരിൻ്റെ വെച്ചാൽ ഒരു 3-4 ആൾക്കാരുണ്ടാവും. അകത്തിയാണ് ചെയ്യും. ഈ മേഖല കേന്ദ്രീകരിച്ച് അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിൽ ഭീതിയെന്ന് കൊടുവള്ളി ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ടി പി അബ്ദുൽ നാസർ. ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കൊടുവള്ളിയിലൊക്കെയുള്ള സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടൗണും പരിസരവും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. കാരണം സ്വർണം കയ്യിലുണ്ടാവണമെന്നില്ല. ഇത് വരുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള നിലക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കവറോ ഒരു പാക്കറ്റോ കയ്യിൽ കണ്ടാൽ തലക്കടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സംഭവത്തിൽ കോഴിക്കോട് റൂറൽ എസ് പി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. താമരശ്ശേരി ഡിവൈഎസ്പി AP ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘത്തിനാണ് രൂപം നൽകിയത്. കൊടുവള്ളി ഇൻസ്പെക്ടർ KP അഭിലാഷിനൊപ്പം സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരും പ്രത്യേക സംഘത്തിലുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് CCTV കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. കാറിന്റെ ദൃശ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്പർ വ്യാജമാണ്. അക്രമികൾ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സ്വർണവുമായി ബൈജു വീട്ടിലേക്ക് മടങ്ങുന്നത് വ്യക്തമായി അറിയാവുന്നവർ തന്നെയാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. ഇനി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. കാണാം പതിവ് സെഗ്മെന്റ് വ്യാജൻ.
ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയത്. മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടാനായെങ്കിലും ജാർഖണ്ഡിൽ കനത്ത തിരിച്ചടിയാണ് BJPക്കുണ്ടായത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJPയിൽ വലിയ പൊട്ടിത്തെറിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി എന്ന പേരിൽ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വാസ്തവം? റിപ്പോർട്ട് കാണാം. मोदी जी ने जितना इस देश की जनता के समक्ष 2014 में घोषणाएं की थी उस सबको तो उन्होंने पूरा नहीं किया. अब तो समाज को आपस में वो लड़ा रहे हिंदू मुसलमानों के बीच में, कभी गाय के नाम पर, कभी मंदिर मस्जिद के नाम पर, कभी धर्मांतरण के नाम पर, कभी लाभ जिहाद के नाम पर. भाई इस काम के लिए सरकार लोगों ने नहीं बैठाए थे. कहा कि भाई इस देश के प्रधानमंत्री, देश की सरकार गरीबों के साथ इतना क्रूर मजाक करेगी. ജാർഖണ്ഡിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ BJP സംസ്ഥാന നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. മോദി പ്രധാനമന്ത്രിയായി തുടർന്നാൽ ഇന്ത്യ പാകിസ്ഥാനായി മാറുമെന്നും രാജ്യത്ത് വർഗീയ കലാപങ്ങൾ അരങ്ങേറുമെന്നും ജാർഖണ്ഡ് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ചൂണ്ടിക്കാട്ടിയെന്നാണ് വീഡിയോ അവകാശപ്പെടുന്നത്. 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ വൈറലായ വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കണ്ടെത്തി. 2018 ജാർഖണ്ഡ് വികാസ് മോർച്ച പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടി റാഫേൽ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നൽകിയ മറുപടിയാണിത്. 2006 BJP വിട്ട അദ്ദേഹം ജാർഖണ്ഡ് വികാസ് മോർച്ച എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചു. പിന്നീട് 2020 JVMനെ BJPയിൽ ലയിപ്പിക്കുകയും കഴിഞ്ഞ വർഷം BJP സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്തു. ബാബുലാൽ മറാണ്ടി BJPക്ക് പുറത്തു നിൽക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനമാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെറ്റായ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നത്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. അപ്പോൾ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണ് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്.